ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും യൂണിവേഴ്സ് അറൗണ്ട് ദേവസ് ട്രിപ്പിൾ വണ്ണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിശ്രീ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഹീലിംഗ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു വാക്കാണല്ലേ. വേദനയിൽ നിന്നും സുഖം പ്രാപിക്കലിനെയാണ് ഹീലിംഗ് എന്ന് പറയുന്നത്. ആ വേദന ഫിസിക്കലാകാം, ഇമോഷണലാകാം, മെന്റലാകാം, അങ്ങനെ എന്ത് വേണമെങ്കിലാകാം. എൻ്റെ മിക്ക വീഡിയോസിലും തുടക്കകാലം മുതലേ എനിക്ക് വരാറുള്ള കമൻസുകളിലൊന്നാണ്, എന്താണ് ഹീലിംഗ്, എങ്ങനെയാണ് ഹീലിംഗ് ചെയ്യുന്നത്, നമുക്കിത് തനിയെ ചെയ്യാൻ പറ്റുമോ, എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ഒരു ഹീലിംഗ് ജേർണിയിലൂടെ റിയലൈസ് ചെയ്ത അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളിലൂടെ ഇതെല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം എല്ലാവർക്കും ഈസിലി ചെയ്യാൻ പറ്റുന്ന ഒരു 5 മിനിറ്റ് ഹീലിംഗ് പ്രാക്ടീസ് കൂടെ പറയുന്നുണ്ട്. പേഴ്സണലി എനിക്ക് ഒരുപാട് വർക്കായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു പ്രാക്ടീസാണത്. കൂടുതലും പാസ്റ്റ് ട്രോമാസിനെ അല്ലെങ്കിൽ പ്രസന്റ് ഇമോഷൻസിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്തു വരാൻ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പ്രാക്ടീസാണത്. അപ്പോൾ നിങ്ങൾ ഹീലിങ്ങിനെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വർത്തായിരിക്കും. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നൊരു സംഭവം എൻ്റെ ലൈഫിലേക്ക് വന്നതിൻ്റെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ് എൻ്റെ ഇന്നർ ഹീലിംഗ് നടന്നത്. കാരണം ടു ബി ഓണസ്റ്റ്, മാനിഫെസ്റ്റേഷൻ വർക്കാകാൻ ഹീലിംഗ് ആവശ്യമുണ്ട് എന്നൊരു തിരിച്ചറിവിൽ നിന്നാണ് ആദ്യമായിട്ട് ഹീലിംഗ് പ്രാക്ടീസിലേക്ക് ഞാൻ കയറുന്നത് തന്നെ. സത്യം പറഞ്ഞാൽ എൻ്റെ ഇന്നർ സെൽഫിനും പ്രോപ്പറായിട്ടുള്ള ഹീലിംഗ് വേണമെന്നോ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലും ഉണങ്ങാത്ത മുറിവുകളുണ്ട്, അതെന്നെ ബ്ലോക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു തിരിച്ചറിവില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. പുറമേ ഞാൻ ഓക്കെയാണ്, ഞാൻ വളരെ ഹാപ്പിയാണ്, ഒരു പ്രോബ്ലം ഇല്ല, കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്, അങ്ങനെ എല്ലാവരോടും ചിരിക്കുന്നു, വളരെ സൗമ്യമായിട്ടിരിക്കുന്നു, ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് പ്രശ്നമില്ലായ്മയായിരുന്നില്ല. ഞാൻ പ്രശ്നങ്ങളെ ഒന്നും വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തിരുന്നില്ല, അല്ലെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യാനും ഇഗ്നോർ ചെയ്യാനുമാണ് ചെയ്തിരുന്നത്. അപ്പം ആ ഒരു പ്രശ്നം ഇങ്ങനെ ഇരുന്നിരുന്ന് സമയം കഴിയുമ്പോൾ മാറും എന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിലും അത് മാറിയില്ല എന്ന് മാത്രമല്ല, അതെൻ്റെ ഉള്ളിലിരുന്ന് സെറ്റിലായി മുന്നോട്ടൊരടി പോകാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്സ് ആക്കി എന്നെ തന്നെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരുന്നു. അപ്പം ഹീലിംഗ് തുടങ്ങിയതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായതുപോലും. നമ്മൾ ഈ ഓക്കെയാണ്, നമ്മൾ സെറ്റാണെന്ന് പറയുന്ന പലതും ശരിക്കും പറഞ്ഞാൽ ഓക്കെ ആയിരിക്കില്ല. അവയെ നമ്മൾ അവോയ്ഡ് ചെയ്ത് കളയാതെ അതിനെ എടുത്തൊന്ന് ഹീൽ ചെയ്ത് വിടുന്നവരെ അത് ഓക്കെ ആവത്തില്ല. എന്നുവെച്ചാൽ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് ചില മുറിവ് പറ്റി, മുറിവിൻ്റെ ആഴം അനുസരിച്ചിട്ടല്ലേ നമ്മളതിനെ കെയർ ചെയ്യേണ്ടത്. ചില മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങിപ്പോകും, പ്രത്യേകിച്ച് വലിയ കെയർ ഒന്നും വേണ്ട, ടൈം കഴിയും തോറും അത് ഓട്ടോമാറ്റിക്കലി സെറ്റാവും. എന്നാൽ ചിലതിന് അങ്ങനെയല്ല. നല്ല ആഴത്തിലുള്ള മുറിവുകളാണെങ്കിൽ വേണ്ട വിധത്തിൽ കെയറും ഒരു മരുന്നുകളും, ചിലപ്പോൾ ഇന്റേണലി നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരും. അങ്ങനെ പല രീതിയിൽ പല കാലങ്ങളെടുത്ത്, ചിലപ്പോൾ ചില മുറിവുകൾ വർഷങ്ങളെടുത്താൽ മാത്രമേ ഉണങ്ങിപ്പോവുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ മനസ്സിൻ്റെ കാര്യവും. നെഗറ്റീവ് ഇമോഷനുകളാണ് നമ്മളുടെ മനസ്സിൽ മുറിവുകൾ ഉണ്ടാക്കുന്നത്. അതും എല്ലാ മുറിവുകൾക്കും ഒരേ മരുന്ന് വർക്കാവണമെന്നില്ല. ഇപ്പം എന്നെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഓവർ തിങ്കിങ്, അല്ലെങ്കിൽ അൺനെസസറി ആയിട്ടുള്ള ഫിയർ, സെൽഫ് ഡൗട്ടുകൾ, അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ല, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ചില ലൈഫിൽ ചില ഇൻസിഡൻസുകൾ ഇങ്ങനെ മായാതെ നിൽക്കുന്നു, അതിങ്ങനെ മുന്നോട്ട് പോകാൻ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ചില പേടികൾ, ചില പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ എനിക്ക് എപ്പോഴും കയറി വരും. അപ്പം എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ എന്നെ പിന്നോട്ടടിക്കുന്ന കാര്യങ്ങളാണ്. എനിക്ക് സ്ഥിരം എൻ്റെ ബ്ലോക്സുകളായിട്ട് നിന്നുകൊണ്ടിരുന്നത് ഇതൊക്കെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവാത്ത വേറൊരു വേർഷനായി പോയിരുന്നു. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് അറിയുകയും ആദ്യമൊക്കെ എനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇത് കൊള്ളാലോ, എൻ്റെ ഒരു ഡ്രീം ലൈഫ് അപ്പോൾ എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യണം, ഇതുവരെ ഉള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇനി അങ്ങോട്ട് നല്ലൊരു ലൈഫ് ഞാൻ ആഗ്രഹിച്ച രീതിയിൽ കൊണ്ടുപോകണം. അങ്ങനത്തെ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു തോട്ട് ഉണ്ടാവാൻ തുടങ്ങി. നമ്മൾ പലതരം, തുടക്കത്തിൽ എല്ലാവരും ചെയ്യുന്ന പോലെ പലതരം മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസുകളൊക്കെ ചെയ്തു നോക്കി. പിന്നാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായത്, നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നൊരു ലോക്ക് നമുക്ക് തുറക്കണമെങ്കിൽ ഹീലിംഗ് എന്ന് പറയുന്നൊരു താക്കോല് അതിന് ആവശ്യമാണ്. നമുക്ക് ഉള്ളിൽ നിന്ന് ഹീലാകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് സെൽഫ് വർത്ത് ബിൽഡ് ചെയ്യുമ്പോൾ, നമ്മുടെ മൈൻഡ് കാം ആകുമ്പോൾ മാനിഫെസ്റ്റേഷൻ അവിടെ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടാവും. ആ ഒരു തിരിച്ചറിവ് എനിക്ക് ഈ ഹീലിങ്ങിലൂടെ
ആ എന്നെ തന്നെ തിരിച്ചു കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുത്തു. അപ്പം ഹീലിംഗ് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമൊന്നും അല്ല കേട്ടോ തുടക്കത്തിൽ. ചിലപ്പോൾ നമുക്കത് കൂടുതൽ പെയിൻഫുൾ ആണ്. കാരണം പഴയ വേദനകളെയും പല ട്രോമാസുകളെയും നമുക്ക് ഒരിക്കലും ഓർമ്മയിലേക്ക് വരരുതെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ വീണ്ടും എടുത്ത് അതിനെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്ന് തുറന്ന് വീണ്ടും ഹീൽ ചെയ്യേണ്ടത്. പലപ്പോഴും നമുക്ക് മുമ്പലത്തെക്കാളും വേദന ഉണ്ടാക്കും പിന്നീട് അതിനെ എടുത്ത് ഹീൽ ചെയ്യുമ്പോൾ. നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം, നമ്മളതിനെ ഫീൽ ചെയ്യണം, നമ്മൾ പതുക്കെ അതിനെ റിലീസ് ചെയ്യാനും തയ്യാറാവണം. ഓൾഡ് മെമ്മറീസിനെ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്ത ഫീലിങ്സുകളെല്ലാം നമ്മളിലേക്ക് വീണ്ടും വീണ്ടും തികട്ടി വരും. നമ്മളതിനെ അതിൽ നമ്മൾ തകർന്നു പോകും. ചിലപ്പോൾ നമ്മൾ കരയും, കൺഫ്യൂസ് ആകും. പക്ഷെ അതെല്ലാം ഈ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. യു ഹാവ് ടു ഫീൽ ഇറ്റ് ടു ഹീൽ ഇറ്റ്. നമ്മൾ അതിൽ നിന്ന് ഓടിപ്പോകാതെ അതിൻ്റെ ഒപ്പം ഇരിക്കുക, അതിൻ്റെ ഒപ്പം ഇരുന്ന് അതിനെ ഹീലാക്കി മാറ്റുക. പിന്നീടൊരു കാര്യമുണ്ട്, ഈ തെറ്റുകളൊക്കെ നമ്മൾ കാരണമാണെന്നൊക്കെയുള്ളൊരു സ്വയം ബ്ലെയിമിങ് ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യണം. നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണക്കാരൊന്നും നമ്മൾ മാത്രമായിരിക്കില്ലല്ലോ. നമ്മൾ അറിഞ്ഞും അറിയാതെ നമുക്ക് പറ്റിയ തെറ്റുകൾ ഉണ്ടായിരിക്കും. മറ്റൊരാൾ നമ്മുടെ ലൈഫിൽ ഇൻ്റർഫിയർ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമുക്കുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾക്ക് കാരണം നമ്മൾ മാത്രമായിരിക്കത്തില്ല. പക്ഷെ ഹീലിംഗ് അത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളോടുള്ള ഒരു സ്നേഹം പ്രകടിപ്പിക്കലാണ് ഈ ഹീലിങ്ങിലൂടെ സാധ്യമാകുന്നത്. ഒരു പ്യുവർ ഫോം ഓഫ് സെൽഫ് ലവ് ആയിട്ട് നമുക്ക് ഹീലിങ്ങിനെ കാണാം. പിന്നീട് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ലൈൻ പ്രോസസ്സ് അല്ല ഈ ഒരു ഹീലിംഗ് എന്ന് പറഞ്ഞാൽ. ഒരു ദിവസം നമ്മൾ ഓക്കെ ആണെങ്കിൽ അടുത്ത ദിവസം നമ്മൾ ബ്രേക്ക് ഡൗൺ ആയിപ്പോവും. നമുക്ക് പിന്നീട് അത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് ഓക്കെയാണ്. ഒരു ദിവസം കൊണ്ട് ഇത് സാധ്യമാകില്ല, ഒരാഴ്ച കൊണ്ടോ ഒന്നും സാധ്യം. ഇതൊരു ലൈഫ് ത്രൂ ഔട്ട് നമ്മളുടെ ലൈഫിൽ നടക്കേണ്ട ഒരു പ്രോസസ്സാണ് ഹീലിംഗ്. കാരണം വൺസ് ഹീൽ ചെയ്തിട്ട് പിന്നീട് ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നല്ല, വീണ്ടും ഉണ്ടാകും. അതിനെയും നമുക്ക് ഹീൽ ചെയ്യേണ്ടതുണ്ട്. അപ്പം ലൈഫ് ലോങ് നമ്മൾ ഈ ഒരു ഹീലിംഗ് നമ്മുടെ മുതൽക്കൂട്ടായി നമ്മുടെ കൂടെ കൊണ്ടുപോകേണ്ടതാണ്. അപ്പം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരു പക്ഷേ ഹീൽ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് വേറൊരു തെറാപ്പിസ്റ്റിൻ്റെയോ നിങ്ങൾക്ക് നല്ലപോലെ ഒരാൾ സംസാരിക്കാൻ കഴിയുന്ന ഒരാളോടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള എൻ്റെ വീഡിയോസ് അങ്ങനെയൊക്കെയുള്ള വീഡിയോസിലൂടെ ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം എൻ്റെ കുറച്ച് ഹീലിംഗ് മെത്തേഡ്സുകൾ നോക്കിയാൽ ഞാൻ ഒരിക്കലും ഹെവി കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളിലേക്ക് ആദ്യം പോകാറില്ല. കാരണം അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യില്ല. അതുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യമായിട്ട് ചെയ്തു തുടങ്ങിയെന്ന് വെച്ചാൽ സൈലൻറ്റ് സിറ്റിംഗ് ആണ്. എന്നും കുറച്ച് സമയം ഒന്നുകിൽ ഒരു ചായയോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളമോ ഒക്കെ എടുത്ത് രാവിലെ കുറേ സമയം ചുമ്മാതിരിക്കുക. അപ്പം എന്നും കുറച്ച് നേരം ഞാനും എൻ്റെ ചിന്തകളും ഇത് തനിയെ വേണമെങ്കിൽ സംസാരിക്കുക, വേണമെങ്കിൽ മിററിൽ നോക്കി കോൺവെർസേഷൻ ചെയ്യുക. ഇത് ഒരു തരത്തിൽ ഭയങ്കര ഒരു റിലാക്സേഷനാണ്. അപ്പം ആ സമയം മൈൻഡിൽ വരുന്ന എന്ത് തോട്ടാണെങ്കിലും അതിനെ അങ്ങ് വരാനും പോകാനും ഒക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണ്, ഒന്നിനെ ഹൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതൊരു ടൈപ്പ് ഓഫ് ഹീലിംഗ് ആയിരുന്നു. പിന്നീട് സ്ക്രിപ്റ്റിംഗ് പ്രാക്ടീസ്, എൻ്റെ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തിട്ടുള്ളതും സ്ക്രിപ്റ്റിംഗ് പ്രാക്ടീസാണ്. പിന്നീട് അതിനകത്ത് തന്നെ പല ടൈപ്പ് സ്ക്രിപ്റ്റിംഗ് പ്രാക്ടീസ്, അതായത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ കാഴ്ചപ്പാട് മൊത്തത്തിൽ മാറ്റിയെടുത്തൊരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. ഒരുവിധപ്പെട്ട എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലൂടെ ഓക്കെ ആയി. പിന്നീട് ഞാൻ പോസിറ്റീവ് അഫർമേഷൻസുകൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ചില അഫർമേഷൻസുകൾ പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊപ്പം നല്ല നല്ല അഫർമേഷൻസുകൾ മേക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ തന്നെ ചെയ്ത ഒരുപാട് അഫർമേഷൻസുകൾ ഞാൻ വീഡിയോസൊക്കെ ആക്കി ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അതുപോലെ യോഗ സ്റ്റാർട്ട് ചെയ്തു, ഡെയിലി മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ചിലപ്പോൾ നമുക്ക് എന്താണ് അപ്പോൾ തോന്നുന്നത്, ചില ദിവസങ്ങളിൽ ഡാൻസ് ചെയ്യാൻ തോന്നിയാൽ അത് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ അത് തിരഞ്ഞെടുത്ത് ചെയ്യുക. നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു സമയങ്ങളൊക്കെ മാറ്റി വയ്ക്കുക. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാക്കുക. ഇതൊക്കെ ഹീലിങ്ങിൻ്റെ ഭാഗമാണ്. അതായത് ഹീലിംഗ് ഒരു സിമ്പിൾ മെത്തേഡ്, ഒരു സിംഗിൾ മെത്തേഡല്ല. പല കാര്യങ്ങൾ പല ടൈമിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ എനിക്ക് പേഴ്സണലി വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പ്രാക്ടീസ് പറയാം. അതായത് നമുക്ക് പാസ്റ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇന്നിപ്പോൾ ലൈഫിൽ നടക്കുന്ന പ്രോബ്ലംസ് ആണെങ്കിൽ പോലും ഒരേപോലെ ഹെൽപ്പ് ചെയ്യാൻ ഈ ഒരു മെത്തേഡ് വളരെയധികം യൂസ്ഫുൾ ആണ്. നമുക്ക് ഈസിയാണ്, സിമ്പിളായിട്ട് ഇത് ചെയ്യാം. നമുക്ക് ഒരു പേപ്പറും പേനയും മാത്രം മതി ഈ ഒരു പ്രാക്ടീസ് ചെയ്യാം. ഒരു സ്ക്രിപ്റ്റിംഗ് പ്രാക്ടീസാണ്. അതായത് നമ്മളൊരു പേപ്പറും പേനയും എടുത്ത് സ്വസ്ഥമായിട്ട് ഒരിടത്ത് പോയിരിക്കുക.
ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് 1-2 ദീർഘശ്വാസമൊക്കെ എടുത്ത് ഒന്ന് മൈൻഡിനെ നമ്മളുടെ മൈൻഡിലേക്ക് നമ്മളൊന്ന് അതിൻ്റെ ഫീലിങ്സിനെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് പ്രസന്റ് മൊമെന്റിൽ? നിങ്ങളെ അലട്ടിയ എന്തെങ്കിലും മുൻകാല പ്രശ്നങ്ങളാണെങ്കിലോ അല്ലെങ്കിൽ ഇന്ന് ഈ മൊമെന്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ അതിനെ നോട്ടീസ് ചെയ്യുക. അതിനോട് നിങ്ങൾക്ക് തോന്നുന്ന ഇമോഷൻ എന്താണെന്ന് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുക. നിങ്ങൾക്ക് പെയിൻ ആണോ, ഫിയർ ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹേറ്റ് ആണോ, വെറുപ്പോ, ദേഷ്യമോ, വാശിയോ, ഇനി അസൂയയാണോ, അല്ലെങ്കിൽ കുശുമ്പാണോ, സത്യസന്ധമായിട്ട് ഒബ്സർവ് ചെയ്യുക. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻസും വരാം, അത് നാച്ചുറലാണ്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലോ നിങ്ങൾക്ക് എന്തിനോടെങ്കിലും അസൂയ തോന്നി, ഓക്കെ, ആ ഇമോഷനെ ഹൈഡ് ചെയ്യരുത്. അയ്യോ അസൂയൊന്നും ഉള്ള ആളല്ല ഞാൻ എന്ന് പറയരുത്. നിങ്ങൾക്ക് തോന്നുന്നത് എന്താണോ അത് സത്യസന്ധമായിട്ട് അതിലേക്ക്, ആ പേപ്പറിലേക്ക് എഴുതുക. ആ ഇമോഷനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ ഫീലിങ്സിനെ ഒരു മറയുമില്ലാതെ കാര്യകാരണ സഹിതം അങ്ങ് എഴുതി വെക്കുക. എക്സ്പ്രസ് യുവർ ഫീലിങ്സ്. കരയണമെങ്കിൽ കരയാം. ഇനി അവരെ എന്തിനാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അവിടെ പറയാൻ വിട്ടുപോയത് പറയണം എന്നുണ്ടെങ്കിൽ അത് പറയാം. അങ്ങനെ ഏതും നിങ്ങൾക്ക് ആ പേപ്പറിൽ നിങ്ങൾ ഓക്കെ ആകുന്നവരെ നിങ്ങളുടേതായിട്ടുള്ള വാക്കുകൊണ്ട് എഴുതി വെക്കുക. എഴുതി തീർത്ത് ഫുൾ സ്റ്റോപ്പ് ഇട്ടതിന് ശേഷം ആദ്യം മുതൽ എഴുതിയത് ഒന്നുകൂടെ വായിക്കുക. ഒന്നുകൂടെ വായിച്ച് തീർത്തതിന് ശേഷം അതിലൂടെ ഈ ഒരു കാര്യം എഴുതി വെക്കുക. ഇനി എഴുതേണ്ടതൊന്ന് ശ്രദ്ധിച്ചെഴുതുക കേട്ടോ. ഐ അണ്ടർസ്റ്റാൻഡ് മൈസെൽഫ്. ഞാൻ എൻ്റെ ഫീലിങ്സിനെ മനസ്സിലാക്കുന്നു, എൻ്റെ ഇമോഷനെ മനസ്സിലാക്കുന്നു. ഇത് വളരെ നാച്ചുറലാണ്, ഇത് എൻ്റെ ഒരു തെറ്റൊന്നുമല്ല. ഞാൻ ഇതിനെ ക്യാരി ചെയ്ത് നടക്കാൻ ആഗ്രഹിക്കുന്നില്ല. സോ ഈ ഉണ്ടായ നെഗറ്റീവ് ഇമോഷനെ ഞാനിവിടെ റിലീസ് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ മനസ്സിനെ ഹീൽ ചെയ്യാൻ റെഡിയാണ്. കാരണം ഞാൻ എന്നെ അത്രയേറെ ഇഷ്ടപ്പെടുന്നു. താങ്ക് യു മൈസെൽഫ്. ഈ ഒരു തിരിച്ചറിവ് എനിക്ക് നൽകിയതിന് താങ്ക് യു യൂണിവേഴ്സ്. ഇത്രയും നമുക്ക് എഴുതി അവസാനിപ്പിക്കാം കേട്ടോ. അപ്പം നമുക്ക് പതിയെ നമ്മൾ കാമായി തുടങ്ങും. ഒരു തവണ എഴുതിയിട്ട് ഓക്കെ ആയില്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്കിത് എഴുതാം. അപ്പം തോന്നുന്ന ഫീലിങ്സ് അപ്പോൾ എഴുതി വെക്കാം. അത് നമുക്കിതൊരു കണ്ടിന്യൂസ്, എപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഇത് ചെയ്യണമെന്ന് തോന്നുമ്പോഴൊക്കെ ഇത് ചെയ്യാം, ഒരു പ്രശ്നമില്ല. എഴുതി തീർന്നിട്ട് നിങ്ങൾക്കിത് കൂടെ കൊണ്ടു നടക്കാനോ മറ്റൊരാൾ കാണാനോ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ കീറി വേസ്റ്റ് ബിന്നിലോ ഫ്ലഷ് ചെയ്തോ ഒക്കെ കളയാം. അപ്പോൾ ഹീലിങ്സ് എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മളെ കേൾക്കുക, നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക, അത് ഒരു ഹീലിംഗ് തന്നെയാണ്. അത് മാത്രമല്ല, നമ്മൾ ഈ അൺഹീൽഡ് വേർഷനിൽ നിന്നുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യാനോ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെട്ടിപ്പിടിക്കാനോ ഒക്കെ നോക്കുമ്പോൾ അവിടെ ഒരുപാട് തടസ്സങ്ങൾ, ഒരുപാട് ബ്ലോക്സുകൾ ഉണ്ടാകും. പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് ഹീൽ ചെയ്തൊരു മൈൻഡോടുകൂടി ആ ഒരു രീതിയിൽ നമ്മൾ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ നാച്ചുറലി അവിടെ നല്ല കാര്യങ്ങൾ വന്നു തുടങ്ങും. സമാധാനമാണെങ്കിലും നല്ല ആളുകളാണെങ്കിലും നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും നല്ല നല്ല മൊമെന്റ്സുകളാണെങ്കിലും എല്ലാം നാച്ചുറലി വരാൻ തുടങ്ങും. എന്നിപ്പോൾ എൻ്റെ കാര്യം എടുത്താലും ഞാൻ എൻ്റെ ലൈഫ് പെർഫെക്റ്റ് ആണെന്ന് അവകാശപ്പെടുന്നില്ലെങ്കിലും എനിക്ക് എന്നെ മനസ്സിലാക്കാനും സപ്പോർട്ട് ചെയ്യാനും സ്നേഹിക്കാനും എനിക്ക് എന്താണ് വേണ്ടത് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാക്കാനും ഒക്കെ ഇന്ന് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ലൈഫ് സ്ട്രഗിൾസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായും മൈൻഡ് ഹീൽ ചെയ്യാൻ അനുവദിക്കുക, തയ്യാറാവുക. ഇനിയും താമസിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്നും പറയുന്നു. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ വീഡിയോ കണ്ടതിന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.